ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. 400 കോടി രൂപ വിലയുള്ള ഒരു ഡയമണ്ട്. ആ ഡയമണ്ട് ഇപ്പൊ എക്സിബിഷന് വെച്ച് അത് വിൽക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ ചുമതലയായിട്ടുണ്ടായിരുന്ന ഒരു ലേഡി പെട്ടെന്ന് കൊല്ലപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ ചുമതല ഇപ്പോൾ ആ ലേഡിയുടെ മകളായിട്ടുള്ള ജൂലിയക്കാണ്. അവളാണെങ്കിൽ ചെറിയൊരു പെണ്ണാണ്. ഈ ഡയമണ്ട് എങ്ങനെ ഡീല് ചെയ്യണം എന്നൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. ഈ സമയത്താണ് ചില കള്ളന്മാർ 400 കോടി രൂപ വിലയുള്ള ഈ ഡയമണ്ട് മോഷ്ടിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഈ കള്ളന്മാർ കൊള്ളക്കാർ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും നന്മയൊന്നും പ്രതീക്ഷിക്കേണ്ടല്ലോ. കൂടെ നിന്ന് കഴുത്തിറക്കാൻ അവന്മാരും മടിക്കില്ല. സോ കഥയുടെ പല ഭാഗത്തായിട്ട് നടക്കുന്ന ചതി, അതുപോലെ തന്നെ വഞ്ചന, അവസാനമുള്ള ട്വിസ്റ്റ്, ഇതൊക്കെയായിട്ട് നല്ല രസത്തിൽ കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണിത്. അപ്പൊ നേരെ ഈ കഥയിലേക്ക് പോവല്ലേ. പിന്നെ വയനാട്ടിലേക്ക് ക്യാമ്പിങ്ങിന് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. ഫുഡ്, ട്രക്കിംഗ്, ക്യാമ്പ് ഫയർ, DJ ഇതെല്ലാം അടങ്ങുന്ന ഈ പാക്കേജിനാകെ വരുന്നത് പെർ ഹെഡ് 999 മാത്രമാണ്. അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. എന്നാൽ നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. സിനിമയുടെ ആരംഭത്തിൽ നല്ല ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കാറിൽ ഒരാൾ വന്ന് ഇറങ്ങുന്നുണ്ട്. ഇയാളുടെ പേര് സൈമൺ എന്നാണ്. വന്ന് ഇറങ്ങിയിരിക്കുന്നത് ഒരു 5 സ്റ്റാർ ഹോട്ടലിലേക്കാണ്. ആളെ കണ്ടാൽ തന്നെ അറിയാം നല്ല റിച്ച് ആണ്. ഇയാൾ നേരെ ഇപ്പൊ ആ ഒരു ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. ഹോട്ടലിലേക്ക് പോവാന്ന് പറഞ്ഞാൽ ഒരു റൂം എടുക്കണമെങ്കിൽ റിസപ്ഷനിലേക്ക് പോകണ്ടേ, അങ്ങോട്ടല്ല പോകുന്നത്. എന്നാൽ പിന്നെ നേരത്തെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടാവും, അങ്ങോട്ടേക്കായിരിക്കും പോവുക. എന്നാൽ അങ്ങോട്ടും അല്ല പോകുന്നത്. നേരെ പോകുന്നത് ഈ സ്റ്റാഫ് അവരുടെ സാധനങ്ങളെല്ലാം വെക്കുന്ന റൂം ഉണ്ടാവുമല്ലോ, അങ്ങോട്ടേക്കാണ് ഇവൻ പോകുന്നത്. എന്നിട്ട് അവൻ കാണിച്ച കാര്യം കാണുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. അവന്റെ ഡ്രസ്സെല്ലാം ഊരിയിട്ട് ഒരു നിക്കർ പോലെ എന്തോന്ന് മാത്രം ഇട്ടിട്ട് മുടിയെല്ലാം ആകെ അലങ്കോലമാക്കിയിട്ട് കയ്യിൽ ഒരു കള്ളിന്റെ കുപ്പിയും പിടിച്ചുകൊണ്ട് ഞാൻ കള്ള് കുടിച്ച് പൂസായിട്ടാണ് ഉള്ളത്, ഒരു ബോധമില്ലാത്തവന് എന്ന രീതിയിൽ അവൻ ആക്ട് ചെയ്തുകൊണ്ട് നേരെ വരുന്നത് ഒരു റൂമിന്റെ അടുത്തേക്കാണ്. അവിടെ ആ സമയത്ത് റൂമെല്ലാം ക്ലീൻ ചെയ്യുന്ന സ്റ്റാഫുകളും ഉണ്ടായിരുന്നു. ഇപ്പൊ അവരോട് സൈമൺ പറയാണ്, അയ്യോ ചേച്ചി, ഒരു ഉപകാരം ചെയ്യോ, ഇന്നലെ നന്നായിട്ട് ഞാൻ വെള്ളം അടിച്ചായിരുന്നു. രാവിലെ ബാത്റൂം ആണെന്ന് കരുതിയിട്ട് തുറന്നത് എന്റെ റൂമിന്റെ മെയിൻ ഡോറാ. അതും കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്നു. ഇപ്പൊ ഉള്ളിലേക്ക് കയറാൻ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പൊ പാവം തോന്നി ആ ഒരു ചേച്ചിമാര് പറയാണ്, അതിനെന്താ മോനെ, ഞങ്ങൾ തുറന്നു തരാന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു വാതിൽ തുറന്നു കൊടുക്കാണ്. സൈമൺ നേരെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. 10 പൈസ മുടക്കാതെ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം സെറ്റായി. ഉള്ളിലേക്ക് ചെന്നു. ഈ പണക്കാരെ കിടുന്നത് പോലെയുള്ള കോട്ടും കാര്യങ്ങളൊക്കെ ഇടുകയാണ്. ഇതേ നേരം റൂമിന്റെ കോളിംഗ് ബെൽ ആരോ അടിക്കുന്നുണ്ട്. സൈമൺ ഒരു കോസിലും ഇല്ലാതെ പോയിട്ട് വാതിൽ തുറക്കാണ്. നോക്കുമ്പോൾ കോട്ടും സ്യൂട്ടെല്ലാം ധരിച്ച കുറച്ച് പ്രായമായിട്ടുള്ള ഒരാള്. പെട്ടു. റൂമിന്റെ ശരിക്കുള്ള ഓണർ വന്നു എന്ന് നമ്മൾ കരുതി നിൽക്കുമ്പോഴാണ് ഇത് മറ്റാരുമല്ല, സൈമന്റെ കൂട്ടാളിയായിട്ടുള്ള ആൽബർട്ട് തന്നെയാണ്. അങ്ങനെ രണ്ടുപേരും അതിന്റെ ഉള്ളിലേക്ക് വന്ന് ഇപ്പൊ ആൽബർട്ട് കൊണ്ടുവന്ന ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ആ റൂമിലുണ്ടായിരുന്ന ലോക്കർ ഇവരത് വെച്ച് പൊട്ടിക്കുകയാണ്. എന്നിട്ട് ശരിക്കും ഈ റൂം എടുത്ത ആള് അയാളുടെ കുറച്ച് കാശൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് ഇവന്മാര് നല്ല സിമ്പിൾ ആയിട്ട് അടിച്ചു മാറ്റി അവിടുന്ന് വെക്കേറ്റ് ചെയ്ത് പുറത്തേക്ക് പോവാണ്. എങ്ങനെയുണ്ട് ഐഡിയ? വലിയ മെനക്കേടൊന്നുമില്ല, എന്നാലും ഒരു ഇത്തിരി കാശും കിട്ടി. എന്നാൽ ഒരു ഹോട്ടലിലേക്ക് പോയിട്ട് നമ്മുടെ ആൽബർട്ട് പറയണ, എന്റെ സൈമ, എടാ നമ്മൾ ഈ ചെറിയ പരിപാടി കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ തന്നെ നമ്മൾ ലാസ്റ്റ് പോയിട്ട് എന്താ കിട്ടിയത്? ചെറിയൊരു എമൗണ്ട് മാത്രം. ഇതുകൊണ്ടൊക്കെ എന്താ കാര്യം? നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടണ്ടേ? ഞാൻ നിന്നോട് അന്ന് പറഞ്ഞ ഒരു ഡയമണ്ടിന്റെ കാര്യമല്ലേ? എടാ മാർക്കറ്റിൽ അതിന് ഏകദേശം 500 കോടി രൂപ വിലയുണ്ട്. അധികം വൈകാതെ അത് എക്സിബിഷന് വെച്ച് അത് വിൽക്കാൻ വേണ്ടി പോവാണ്. അതിന് മുന്നേ എങ്ങനെയെങ്കിലും നമുക്ക് അത് അടിച്ചു മാറ്റാൻ പറ്റിയാൽ മോനെ നമ്മുടെ ലൈഫ് സെറ്റ് ആവും. എന്നാൽ സൈമൺ പറയണേ, എന്റെ പൊന്നു ആൽബർട്ടെ, നിനക്ക് എന്റെ കാര്യം അറിയുന്നല്ലേ, ഇപ്പൊ തന്നെ ജയിലിൽ ഇറങ്ങിയിട്ടുള്ളൂ. എല്ലാ ആഴ്ചയും പോയിട്ട് അവിടെ സൈൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എന്റെ പ്രൊബേഷൻ ഓഫീസർ, ഞാനിപ്പോ എന്ത് വലിയ പരിപാടിക്ക് ഇറങ്ങിയാലും അയാൾ അറിയും. അതുകൊണ്ട് വേണ്ട, ഇനിയും റിസ്ക് എടുക്കാൻ ഞാനില്ല. ഇതുവരെയായിട്ടും ഒറ്റാന്തടിയായിട്ടാണ് ജീവിച്ചത്. ഒരു കുടുംബക്കായിട്ട് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഇപ്പൊ ആൽബർട്ട് പറയണ, എടാ എന്റെ അവസ്ഥ നോക്കിയേ, പ്രായമായി, ഇതുവരെയായിട്ട് ഒന്നും ഉണ്ടാക്കാനും പറ്റിയില്ല. ഇനി എന്നെ കൊണ്ട് പഴയതുപോലെ ഒന്നും ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നീ ഒരു തവണ എന്റെ കൂടെ നിൽക്കുന്ന പറഞ്ഞിട്ട് സൈമണിയും കൂട്ടിയിട്ട് ആൽബർട്ട് നേരെ മറ്റൊരാളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സൈലർ എന്നാണ് അയാളുടെ പേര്. ഈ സൈലറും അയാളുടെ കൂട്ടാളികളും ഓൾറെഡി ഈ ഡയമണ്ട് കക്കാം എന്നുള്ള ആ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി. അതെങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വ്യക്തമായ പ്ലാനൊക്കെ അയാളുടെ കയ്യിലുണ്ട്. സോ അതെല്ലാം സൈമൺ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ സൈമൺ അറിയില്ല ആരാണ് ഈ സൈലർ എന്ന്. എന്നാലും സൈമൺ ഈ സൈലറിനെ വിശ്വസിക്കുകയാണ്. കാരണം ആൽബർട്ട് പറഞ്ഞു ഇയാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നതിനാണ്, ഇവന്റെ കൂടെ നിൽക്കാന്ന്. അപ്പൊ ആ ഒരു ധൈര്യത്തിന്റെ പുറത്ത് ഇപ്പൊ സൈമൺ ഇവരുടെ കൂടെ നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഡയമണ്ട് ഉണ്ടല്ലോ, അത് എക്സിബിഷന് വെച്ച് സെയിലിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേഡിയെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ഡയബറ്റിക് ആയിരുന്നു. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് മരുന്ന് കഴിച്ചു, അതെന്തോ ഓവർഡോസ് ആയി. അപ്പൊ തന്നെ കാറിൽ വെച്ച് മരണപ്പെടുകയും ചെയ്തു. അപ്പൊ ഈ ഒരു ഡയമണ്ടിന്റെ എല്ലാ കാര്യം ഏൽപ്പിച്ച ആ ഒരു ജോലി ചെയ്യാനായിട്ട് ഇപ്പൊ നിലവിൽ ആരുമില്ല. ആ ലേഡിക്ക് ഒരു മകളുണ്ട്, അവളുടെ പേരാണ് ജൂലിയ. നമ്മുടെ ഈ ഒരു കഥയുടെ ഹീറോ എന്ന് പറയും. അതുപോലെ തന്നെ ആ ലേഡിക്ക് ഒരു മാനേജർ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി എല്ലാ കാര്യം അവരെന്നെയായിരിക്കും ഏൽപ്പിക്കാൻ പോവാന്ന് കരുതിയിട്ട് ഈ മാനേജർ നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുമ്പോൾ ഈ ഡയമണ്ടിന്റെ ഓണേഴ്സ് ഉണ്ടാവുമല്ലോ, അവർ വന്നിട്ട് പറയണ, എന്തായാലും നീ അത് ഏറ്റെടുക്കണ്ട, പകരം ഈ മരിച്ചുപോയ ലേഡി ഉണ്ടല്ലോ അവരുടെ മകളായിട്ടുള്ള ജൂലിയക്ക് ഈ ചുമതല കൊടുക്കാന്ന് പറയണം. പിന്നീട് മരിച്ചുപോയ ആ ഒരു സ്ത്രീയുടെ മരണാനന്തര ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. എന്നാൽ അതിലൊന്നും പങ്കെടുക്കാതെ ജൂലി അവിടുന്ന് മാറി നിൽക്കുകയാണ് കേട്ടോ. കാരണം അമ്മ മരിച്ചതിൽ അവൾക്ക് ഒരുപാട് വിഷമമുണ്ട്. അങ്ങനെ അന്ന് രാത്രി വീട്ടിലേക്ക് വരികയാണ്. വീട്ടിലെത്തിയപ്പോൾ അവളുടെ അച്ഛൻ ആന്റോണിയോ
കുടിച്ചൊരു ബോധമില്ലാതെ സോഫയിൽ അങ്ങനെ കിടക്കുകയാണ്. ഭാര്യ മരിച്ചതിൽ ഇയാൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. അത് അയാളുടെ ആ ഒരു കോലം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും അച്ഛന്റെ അടുത്ത് ജൂലി പറയാണ്, അമ്മ എന്ത് ചുമതലയാണ് ഏറ്റെടുത്തത് അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയാണ്. അതായത് ആ ഒരു ഡയമണ്ട് എക്സിബിഷന് വെച്ച് അത് സെയിൽ ആകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇനി ജൂലിയാണ് നോക്കാൻ പോകുന്നത്. ഇതിനുശേഷം ഈ ഡയമണ്ട് എക്സിബിഷൻ വെക്കാൻ പോകുന്നുണ്ടല്ലോ, അങ്ങോട്ടേക്ക് നമ്മുടെ സൈമണും ആൽബർട്ടും ഇവരുടെ കൂടെ ഒമർന്നു വരുന്ന ഒരാളും അതുപോലെ തന്നെ ഈ സൈലറിന്റെ ആൾക്കാരും വന്നിട്ടുണ്ട്. പിന്നീട് ഇവരുടെ പ്ലാനിനെ കുറിച്ച് ഇവർ ഡിസ്കസ് ചെയ്യാണ്. അതായത് ഈ ഡയമണ്ട് വിൽക്കാൻ വെക്കുന്ന ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഹാളാണ്. ഈ വാങ്ങാൻ വരുന്നവർക്ക് പ്രത്യേക പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടേക്ക് കയറാൻ കഴിയുള്ളൂ. ഇനി കയറിയാൽ തന്നെ ഒരു പ്രത്യേക ലോക്കർ ഉണ്ട്. 2 ചാവി ഉപയോഗിച്ച് ആ ലോക്കർ തുറക്കാൻ കഴിയുള്ളൂ. ഇനിയിപ്പോൾ ആ ചാവിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയെന്ന് കരുതിയിട്ട് അത് തുറക്കാനൊന്നും പറ്റില്ല. ഒറിജിനൽ അത് തന്നെ വേണം, എന്നാൽ മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ. കാരണം അതിൽ എന്തൊക്കെയോ ഒരു കോഡ് ഉണ്ട്. ഇപ്പൊ പറഞ്ഞ 2 ചാവികളുണ്ടല്ലോ, അതിൽ ഒരെണ്ണം ഉള്ളത് ആ ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റി ഹെഡിന്റെ കയ്യിലാണ്. പക്ഷെ ഒരു കാരണവശാലും അയാൾ ബിൽഡിംഗ് വിട്ട് പുറത്തേക്ക് വരില്ല. അയാൾ ആ ഒരു കീ വെച്ചിരിക്കുന്നത് അയാളുടെ കൺട്രോൾ റൂമിലാണ്. എന്തായാലും മെയിൻ വാതിൽ വഴി നമുക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഒരേ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ AC വിൻഡ് ഉണ്ടല്ലോ, അതിന്റെ ആ ഒരു ഡെക്റ്റിലൂടെ ഉള്ളിലേക്ക് പോയിട്ട് 1ാമത്തെ ചാവി നമുക്ക് എങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റും. ഇനി 2ാമത്തെ ചാവി അതുള്ളത് ഈ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന മരിച്ചുപോയ ആ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ മകളായിട്ടുള്ള ജൂലിയക്കാണല്ലോ, അവളുടെ കയ്യിലാണ് ആ 2ാമത്തെ ചാവി ഉള്ളത്. ജൂലി അവളുടെ ആ ഒരു ചാവി വെക്കുക അവൾ താമസിക്കുന്ന ഹോട്ടൽ റൂമിലെ സേഫ്റ്റി ലോക്കറിലാണ്. അപ്പൊ ആ ലോക്കറിൽ നിന്നും സൈമൺ ആ 2ാമത്തെ ചാവി എടുക്കണം. അതിനുവേണ്ടി പതിയെ ഈ ജൂലിയുമായിട്ട് അവനൊരു എന്താ പറയാ നല്ലൊരു അറ്റാച്ച്മെന്റ്, ഒരു അടുപ്പ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ അവളുടെ നല്ലൊരു ട്രസ്റ്റ് പിന്നീട് ഉണ്ടാക്കണം. അതിനുശേഷം എങ്ങനെയെങ്കിലും 2ാമത്തെ ആ ഒരു കീ കൈക്കലാക്കണം. പിന്നീട് അതിനുവേണ്ടി ചില പ്ലാനിംഗ് ഒക്കെ ഇവർ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം തന്നെ സൈമന്റെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുകയാണ്. അതുപോലെ തന്നെ വേറെ ചില ഡീറ്റെയിൽസ് ഉണ്ടാക്കുകയാണ്. ഈ 2 കാര്യങ്ങളും നമ്മുടെ ആൽബർട്ട് അപ്പൂപ്പൻ ഉണ്ടല്ലോ ഒരു മുട്ടയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് കേട്ടോ. കൂടെ കുറച്ച് പൈസയും കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് അറിയില്ല, ചിലപ്പോൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാവുമായിരിക്കും അല്ലേ. ഇതിനുശേഷം നമ്മുടെ ജൂലിയെ കാണിക്കുകയാണ്. അവളിപ്പോ ആ ഒരു ഡയമണ്ടിന്റെ ഓണേഴ്സ് ഉണ്ടല്ലോ അവരുമായിട്ട് ആ ഒരു എക്സിബിഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ജൂലിയുടെ അടുത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ഒരു പേപ്പർ കവറുമായിട്ട് വരുന്നത്. ഇതിലിപ്പോ എന്തായെന്ന് കരുതിയിട്ട് ജൂലി അത് തുറന്നു നോക്കിയ സമയത്ത് അതിന്റെ ഉള്ളിൽ കുറച്ചധികം കാശും ഉണ്ടായിരുന്നു. കൂടെ തന്നെ ഒരാളുടെ അഡ്രസ്സും ഉണ്ടായിരുന്നു. അഡ്രസ് അല്ല, ഒരാളുടെ പേര്, അതുപോലെ തന്നെ ഇന്ന സ്ഥലത്ത് വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ജൂലിയോട് വരാൻ പറയാണ്. ജൂലിയ നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ആരായിരിക്കും എനിക്ക് ഇത്ര കാശ് അയച്ചു തന്നത്, ഇതൊന്നും അറിയണമല്ലോ. സോ ഒരു പാർക്ക് പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ ജൂലിയ പോയിട്ട് അവസാനം അയാളെ കണ്ടുപിടിക്കുന്നുണ്ട്. ആ ആള് മറ്റാരുമല്ല നമ്മുടെ സൈമൺ തന്നെ. ഫുള്ളായിട്ട് ഗെറ്റപ്പ് എല്ലാം മാറ്റിയിട്ടുണ്ട്. കണ്ടാൽ ഭയങ്കര ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരാളെ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടാ. ഇപ്പൊ സൈമൺ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ജൂലിയ ഇതിനു മുന്നേ നീ ചെയ്യുന്ന ഈ ഒരു വർക്ക് ഏറ്റെടുത്തത് നിന്റെ അമ്മയായിരുന്നല്ലോ. നിന്റെ അമ്മയുടെ കൂടെ പലതവണ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് സെക്യൂരിറ്റി ഓഫീസറായിട്ട്. ഇപ്പൊ നടക്കാൻ പോകുന്ന ഈ ഒരു എക്സിബിഷനിലും നിന്റെ അമ്മ എന്നെ തന്നെയാണ് അപ്പോയിന്റ് ചെയ്തത്. അപ്പൊ അതിനായിട്ട് തന്ന അഡ്വാൻസ് ആണ് ഞാൻ ഇപ്പൊ നിനക്ക് തിരിച്ചു തന്നിരിക്കുന്നത്. എന്തായാലും അമ്മ മരിച്ചില്ലേ, എനിക്ക് ആ ഒരു ജോലി ഇല്ലല്ലോ, പിന്നെന്തിനാ എന്റെ കയ്യിൽ കാശ് വെക്കുന്നത്. ജൂലിക്ക് ഇത് കേട്ട സമയത്ത് അത്ര വലിയ വിശ്വാസമൊന്നും ആവുന്നില്ല. അതുപോലെ തന്നെ സൈമൺ പറയാണ്, ജൂലിയ നിനക്ക് സമ്മതമാണെങ്കിൽ വേണമെങ്കിൽ അമ്മ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്യാൻ തയ്യാറാണ്. അപ്പൊ ജൂലി വീണ്ടും ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. കാരണം ഒന്നും അറിയാത്ത ഒരാളാണ്, എവിടുന്ന് വന്നു എന്തിനു വന്നു ഒന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ സൈമൺ ഇതിനു മുന്നേ വർക്ക് ചെയ്ത് എവിടെയാണ്, നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ എവിടെ പോകണം എന്ന് ചോദിച്ചപ്പോൾ ഞാനൊരു ഇൻഷുറൻസ് കമ്പനിയിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഇലക്ട്രോണിക്കൽ എഞ്ചിനീയർ ആയിട്ടാണ്. ആ സമയത്താണ് നിന്റെ അമ്മയെ പരിചയപ്പെടുന്നതും ഇതുപോലെ സെക്യൂരിറ്റി വിങ്ങിലേക്ക് ഞാൻ വരുന്നതും. എന്തായാലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സൈമൺ അവിടുന്ന് പോവാണ്. അതായത് ഒട്ടും അവളെ ഫോഴ്സ് ചെയ്യുന്നില്ല, എന്നെ എന്തായാലും ജോലിക്ക് എടുക്കണം ആ രീതിയിലൊന്നും അവൻ സംസാരിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എടുത്താൽ മതി എന്നുള്ള അപ്രോച്ചിൽ അങ്ങനെ സംസാരിച്ചിട്ടാണ് ഇപ്പൊ സൈമൺ അവിടുന്ന് പോകുന്നത്. എന്തായാലും ഇങ്ങനെ ഒരാൾ വന്നതല്ലേ, സംസാരിച്ചല്ലേ, കൺഫർമേഷൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ജൂലി ഇപ്പൊ നേരെ പോകുന്നത് സൈമൺ പറഞ്ഞ ആ ഒരു ഇൻഷുറൻസ് ഓഫീസ് ഉണ്ടല്ലോ അങ്ങോട്ടേക്കാണ്. അവിടെ എത്തിയ പാട് തന്നെ ജൂലിയെ മീറ്റ് ചെയ്യാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു മുട്ടയുണ്ടല്ലോ അയാൾ തന്നെ. സൈമണെ കുറിച്ച് ഈ മുട്ടയോട് തന്നെ ജൂലിയ ചില കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പൊ തന്നെ ഇയാൾ സൈമൺ അല്ലേ, അവന്റെ നോക്കട്ടെ അവന്റെ ഡാറ്റാസ് കിട്ടുക ഞാൻ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ കൊണ്ടുവന്നിട്ട് ഇപ്പൊ ജൂലിയുടെ കയ്യിൽ ഈ മുട്ട കൊടുക്കുകയാണ്. ആ ഫയൽ ഫേക്ക് ആണ് കേട്ടോ. അതായത് ആൽബർട്ട് അന്ന് ഇയാളുടെ കയ്യിൽ കൊടുത്തില്ലേ ആ ഫേക്ക് ഫയൽ. അപ്പൊ അതെല്ലാം കണ്ട സമയത്ത് ജൂലിയ വിശ്വസിക്കുകയാണ്, സൈമൺ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട്. കാരണം പ്രൊഫൈലൊക്കെ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ജൂലിയ സൈമണെ ട്രസ്റ്റ് ചെയ്യാണ്. നേരെ സൈമന്റെ അടുത്തേക്ക് പോയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. എനിക്കിപ്പോ നിങ്ങൾ വിശ്വാസമായി കേട്ടോ. എന്തായാലും നിങ്ങൾ എന്റെ കൂടെ വർക്ക് ചെയ്യണം. എന്റെ അമ്മയുടെ കൂടെ നിങ്ങൾ ഒരുപാട് തവണ ഉണ്ടായതല്ലേ. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഓപ്ഷന്റെ പരിപാടിയൊക്കെ ചെയ്യാൻ പോകുന്നത്. സോ എനിക്കൊരു സപ്പോർട്ട് ആവശ്യമാണ്. അതുപോലെ എന്റെ അമ്മ തന്ന അഡ്വാൻസ് അത് നിങ്ങൾ തന്നെ കയ്യിൽ വെച്ചോ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായാൽ മതി എന്ന് മാത്രം പറയണം. അതായത് ജൂലി ഇപ്പൊ സൈമണെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. ഇതിനുശേഷം രണ്ടുപേരും ഒരു ബാറിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ട് 2 അടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്താണ് സൈമൺ ഒരു കാര്യം പറയുന്നത്. ജൂലിയ, എനിക്ക് എന്തായാലും നിന്റെ ആ റൂം മുഴുവനായിട്ടൊന്ന് പരിശോധിക്കണം. കാരണം ഇതുപോലെ വലിയൊരു ഓപ്ഷൻ നടക്കാൻ പോവല്ലേ. അതുപോലെ തന്നെ ആ ഒരു ചാവി ഇപ്പോൾ നിന്റെ കയ്യിലുള്ളത്. അതുകൊണ്ട് ആരെങ്കിലും നേരത്തെ ആ റൂമിൽ വല്ല ബഗ്ഗുകൾ, മൈക്കോ, ക്യാമറയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അതറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ആ റൂം ഒന്ന് മുഴുവനായിട്ടും ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ നാളെ വന്നിട്ട് നിന്റെ റൂം മുഴുവനായിട്ട് പരിശോധിച്ചോളാന്ന് ജൂലിയോട് സൈമൺ പറയാണ്. ഇതേ നേരത്താണ് ജൂലിയുടെ എക്സ് ബോയ് ഫ്രണ്ട് റിക്ക് അങ്ങോട്ടേക്ക് വരുന്നത്. അവളെ കണ്ടപാടിനെ സംസാരിക്കുന്നുണ്ട്. ജൂലിയുടെ കൂടെ തന്നെ ഇപ്പൊ സൈമണി കാണാണ്. അതായത് സൈമൺ ആരെ അറിയിക്കാതെ ഈ ഒരു മിഷനുമായിട്ട് മുന്നോട്ടേക്ക് പോകണമെന്ന്
വിചാരിച്ചത്. പക്ഷേ ഈ ജൂലിയുടെ എക്സ് ബോയ് ഫ്രണ്ട് റിക്ക് ഇപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞു. ആരും അറിയിക്കാതെ ഇതെങ്ങനെയെങ്കിലും ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു ഇവരുടെ പദ്ധതി. എന്തായാലും കുഴപ്പമില്ല, റിസ്കി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുമ്പോൾ കുറച്ച് റിസ്ക് എലമെന്റ് വേറെയും വന്നുകൊണ്ടേയിരിക്കും. എന്തായാലും പിന്നീട് സൈമൺ പറഞ്ഞതുപോലെ പിറ്റേ ദിവസം രാവിലെ തന്നെ ജൂലിയെ മീറ്റ് ചെയ്യാനായിട്ട് ആ ഹോട്ടൽ റൂമിലേക്ക് വരികയാണ്. താഴെ റിസപ്ഷനിലേക്ക് വന്നിട്ട് ജൂലി ഇപ്പോൾ സൈമണെ കൂട്ടിക്കൊണ്ട് നേരെ മുകളിലേക്ക് പോവാണ്. ഇതേ നേരത്താണ് നമ്മുടെ ആൽബർട്ട് അപ്പൂപ്പൻ വേഷം മാറി ഒരു ന്യൂസ് റിപ്പോർട്ടറെ പോലെ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതായത് ജൂലി എടുത്ത് വന്ന് സംസാരിക്കുകയാണ്. മോളെ, ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ നീ എത്ര വലിയ കാര്യം ചെയ്യാൻ പോകുന്നത്. സോ എനിക്ക് നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ വേണം കേട്ടോ. കാരണം നിങ്ങളുടെ ഈ ഒരു കഥ അത് ഒരുപാട് ആൾക്കാർക്ക് ഭയങ്കര പ്രചോദനമാവും. അപ്പൊ പറ്റുകയാണെങ്കിൽ ഒരു ബൈറ്റ് തരുമെന്ന് ചോദിക്കുകയാണ്. ആദ്യമൊന്നും പറ്റില്ല എന്ന് ജൂലി പറഞ്ഞെങ്കിലും ഈ ആൽബർട്ട് ഇങ്ങനെ നിർബന്ധിച്ചതുകൊണ്ട് ഒരു 10 മിനിറ്റ് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് സൈമനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് നേരെ ജൂലി അവളുടെ റൂം കാണിച്ചു കൊടുക്കുകയാണ്. സൈമൻ പറയാണ്, നീ എവിടെയെങ്കിലും പോയിട്ട് വന്നോ, ഞാൻ റൂം ഫുള്ളായിട്ട് സെറ്റ് ചെയ്തോളാം എന്ന് പറയണം. അങ്ങനെ ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് ജൂലിയെ നേരെ ആൽബർട്ടിന്റെ അടുത്തേക്ക് പോകണം. ഇതേ നേരം തന്നെ സൈമൺ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ അവിടുത്തെ ആ ഒരു ലോക്കർ ഉണ്ടല്ലോ, അതിന്റെ പാസ്വേഡ് അടിക്കുന്ന സമയത്ത് അത് കറക്റ്റ് ആയിട്ട് കാണാൻ പാകത്തിന് ഒരു ഹിഡൻ ക്യാമറ അവിടെ സെറ്റ് ചെയ്യാണ്. എല്ലാം സെറ്റ് ചെയ്തു, യാതൊന്നും കാണാത്ത രീതിയിൽ സെറ്റപ്പ് ആക്കിയതിനു ശേഷം സൈമൺ അപ്പൊ തന്നെ ആൽബർട്ടിന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, വേണമെങ്കിൽ ഇന്റർവ്യൂ നിർത്തിക്കുമെന്ന്. അതേ നേരം തന്നെ ആൽബർട്ട് ജൂലിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ജൂലിയോട് പറയണം, മേഡം മതി കേട്ടോ, ഇത്രയൊക്കെ മതി, എന്തായാലും നിങ്ങൾ ഈ ഒരു ഇന്റർവ്യൂ തന്നല്ലോ, എനിക്ക് സന്തോഷമായി, താങ്ക് യു മേഡം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആൽബർട്ട് പോവാണ്. ഇതിനുശേഷം ജൂലി നേരെ അവളുടെ റൂമിലേക്ക് വരുന്നുണ്ട്. റൂമിലേക്ക് എത്തിയപ്പോൾ സൈമൺ പറയണം, മേഡം റൂമിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഫുള്ളായിട്ട് ഞാൻ ചെക്ക് ചെയ്തു, അതുപോലെ തന്നെ എന്റെ ഒരു ബാഗ് ഇവിടെ വെക്കുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ മറ്റൊരു ദിവസം വന്നിട്ട് എടുത്തോളാം എന്ന് പറയണം. അതായത് ആ കാരണം പറഞ്ഞിട്ട് ഒന്നുകൂടെ സൈമൺ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം, ആ സമയത്ത് ആ ക്യാമറ എടുത്ത് മാറ്റുകയും ചെയ്യാം. എന്നാൽ ഇപ്പൊ സൈമൺ പോവാൻ നിൽക്കുമ്പോൾ ജൂലിയ പറയാണ്, സൈമൺ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ കുറച്ച് സമയം ഉണ്ടെങ്കിൽ നമുക്കൊരു സ്ഥലം വരെ പോയാലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ സൈമൺ പറയണ, ഓക്കെ നമുക്ക് പോവാം. അതായത് ഗുരുവി സൈമന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും അവന്റെ ആ ഒരു ബിഹേവിയറും ഇതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ ജൂലിക്ക് എന്തോ ചെറിയൊരു അട്രാക്ഷൻ തോന്നി. അതുകൊണ്ടാണ് ചുമ്മാ ഫ്രീയുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ അവനുമായിട്ടൊന്ന് കറങ്ങാൻ നമ്മൾ തീരുമാനിച്ചത്. അതിനിടയിൽ സൈമണെയും കൂട്ടി ജൂലിയെ പോയിട്ട് ഒരു ഫോട്ടോ എല്ലാം ഇവർ ഒരുമിച്ചിരുന്ന് എടുക്കുന്നുണ്ട്. എന്തായാലും സൈമണ് ഇതൊക്കെ ഓരോ പണിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടുപേർക്കിടയിൽ ഒരു കെമിസ്ട്രി വർക്ക് ആവുകയാണ്, പിന്നെ ഫിസിക്സ് നടക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് സൈമൺ സ്ഥലത്തേക്ക് പോവാണ്. ജൂലി അവളുടെ റൂമിൽ തന്നെയാണ്. ഇപ്പൊ നൈറ്റ് ആയപ്പോൾ ജൂലി അവളുടെ ആ ഒരു ലോക്കർ തുറക്കുമല്ലോ, ആ ലോക്കർ തുറക്കുന്ന സമയത്ത് പാസ്വേഡ് അടിക്കുന്ന കാണാൻ പാകത്തിന് സൈമൺ ഒരു ക്യാമറ വെച്ചിട്ടില്ലേ, ആ ക്യാമറയിലൂടെ ഇവർക്ക് ആ ഒരു പാസ്വേഡിന്റെ ഏകദേശം കാണാൻ പറ്റി. പക്ഷെ അതിന്റെ അവസാന ഭാഗം കിട്ടിയില്ല. എന്നാൽ സൈമൺ കുറെ ആ ഒരു പാസ്വേഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് അനലൈസ് ചെയ്ത് അവസാനം ഒരു കാര്യം മനസ്സിലായി, ഇവളുടെ അച്ഛന്റെയും അമ്മയുടെയും ആനിവേഴ്സറിയുടെ ആ ഒരു ഡേറ്റ് വെച്ചാണ് ഇതിന്റെ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിലൂടെ തന്നെ സൈമൺ ആ ഒരു പാസ്വേഡ് പൂർണ്ണമായിട്ടും ക്രാക്ക് ചെയ്യാണ്. പാസ്വേഡ് കിട്ടിക്കഴിഞ്ഞല്ലോ, ഇനി നേരെ ജൂലിയുടെ റൂമിലേക്ക് പോയിട്ട് ആ ഒറിജിനൽ ചാവി എങ്ങനെയെങ്കിലും കൈക്കലാക്കണം. ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇപ്പൊ സൈമൺ പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാക്കണ്ട, കാരണം അവന്റെ ആ ഒരു ബാഗ് ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ടല്ലോ. സോ ആ പേരും പറഞ്ഞ് സൈമൺ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നാൽ അന്നത്തേതുപോലെ ഇപ്പൊ ജൂലി പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ, അവളിപ്പോ ഈ ഒരു റൂമിൽ തന്നെയാണല്ലോ. ഇപ്പൊ സൈമന്റെ അടുത്ത് പറയണ, നീ ഒരു കാര്യം ചെയ്തോ, ബാഗ് എടുത്തോ, ഞാൻ ഇപ്പുറത്തുണ്ടാവും, എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റണം എന്ന് പറയണം. ഇപ്പൊ ഡ്രസ്സ് മാറാനായിട്ട് ജൂലിയെ പോയി ആ ഒരു ടൈം നോക്കി സൈമൺ വേഗം ആ ഒരു ലോക്കറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവന് പാസ്വേഡ് അറിയാലോ, പെട്ടെന്ന് തന്നെ പാസ്വേഡ് അടിച്ച് അതിന്റെ ഉള്ളിൽ ആ ഒരു ചാവി ഇപ്പൊ അവനെടുക്കുകയാണ്. എന്നാൽ അതേ ടൈമിനാണ് ആരൊരാൾ വന്നിട്ട് ബെല്ലടിക്കുന്നത്. സൈമൺ ആകെ ഞെട്ടിപ്പോവാണ്, ഏത് കടവാവലാണാവോ ഈ നേരത്ത്. സൈമൺ വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കബോർഡിലേക്ക് ആ ഒരു ചാവി വെക്കുന്നുണ്ട്. പിന്നീട് ആ റൂമിന്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതേ സമയത്ത് തന്നെ ജൂലിയും പുറത്തേക്ക് വന്നു. ഇപ്പൊ ജൂലിയ ആ വാതിലിന്റെ വിടവിലൂടെ നോക്കിയപ്പോൾ അവളുടെ ആ ഒരു എക്സ് ഉണ്ടല്ലോ, റിക്കായിരുന്നു. അപ്പൊ റിക്കിനെ കണ്ടപാട് തന്നെ സൈമനോട് ജൂലിയ പറയുന്നുണ്ട്, സൈമൺ ഒരു കാര്യം ചെയ്തേക്ക്, നീ ഉള്ളിലേക്ക് പോയേക്ക്, അവൻ നിന്നെ കാണണ്ട, ഒരു പ്രാന്തനാത്. സൈമൺ പിന്നീട് ജൂലി പറഞ്ഞതുപോലെ തന്നെ റൂമിന്റെ ഉള്ളിൽ പോയി നിൽക്കുകയാണ്. ഇതേ നേരം റിക്ക് വരുന്നുണ്ട്, അവളുമായിട്ടൊന്ന് ഫിസിക്കലി എന്താ പറയാ ഒന്ന് റൊമാൻസ് ആവാൻ നോക്കുകയാണ്. അപ്പൊ ജൂലിയ പറയാണ്, ഇവിടെ വെച്ചൊന്നും വേണ്ട, ഞാൻ ഒന്ന് മാറ്റട്ടെ, ഞാൻ പുറത്തേക്ക് വരാം, നമുക്ക് എവിടെയും പോവാന്ന് പറയാണ്. പിന്നീട് ഡ്രസ്സ് മാറ്റാനായിട്ട് ജൂലിയ നേരെ വരുന്നത് നമ്മുടെ സൈമൺ ആ ചാവി വെച്ച ആ ഒരു കബോർഡ് ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്കാണ്. അവളെങ്ങാനും അങ്ങോട്ടേക്ക് പോയി ഡ്രസ്സ് എടുക്കാൻ നേരത്തെ ആ ചാവി കണ്ട തീർന്നു, എല്ലാ പ്ലാനും പൊളിയും. എന്നാൽ അതിന്റെ മുന്നേ തന്നെ സൈമൺ നേരെ റൂമിന്റെ പുറത്തേക്ക് വരികയാണ്. പുറത്തേക്ക് വന്നപ്പോൾ റിക്ക് ഇപ്പൊ സൈമനെ കാണുന്നുണ്ട്. ഇപ്പൊ റിക്ക് ജൂലിയെ 4 തെറിയാണ്. ഉള്ളിൽ ഒരുത്തനെയും വെച്ചിട്ടാണോ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്, ഒന്ന് പോയടി അവിടെ നിന്നിട്ട് അവൻ അവിടെ നിന്ന് ഭയങ്കര ദേഷ്യത്തിൽ പോവാണ്. പിന്നെ അവിടെ വെച്ച് നീ എന്തിനാ ഇങ്ങനെ ചെയ്തേ സൈമ എന്ന് ചോദിക്കുന്നതിന് മുന്നേ തന്നെ സൈമൺ നേരെ പോയിട്ട് ജൂലിയെ ഒന്ന് ചുംബിക്കുകയാണ്. അവിടെ വെച്ച് തന്നെ രണ്ടുപേരും പിന്നീട് റൊമാൻസ് ചെയ്യാൻ തുടങ്ങാണ് കേട്ടോ. അതായത് അവളുടെ ശ്രദ്ധയെ പെട്ടെന്ന് തന്നെ സൈമൺ തിരിക്കുകയാണ്. ഇതേ നേരം തന്നെ രണ്ടാമത്തെ ആ ഒരു കീ, അതായത് ആ ഒരു സെക്യൂരിറ്റി ഹെഡിന്റെ കൺട്രോൾ റൂമിലേക്കാണല്ലോ, അങ്ങോട്ടേക്ക് ഡയറക്റ്റ് പോകാൻ കഴിയില്ല. അപ്പൊ അതിന് വഴിയായിട്ട് തൊട്ടപ്പുറത്തെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അവിടെ താമസിക്കുന്നത് കുറച്ച് പ്രായമായിട്ടുള്ള സ്ത്രീയാണ്. അപ്പൊ അവരുടെ വീട്ടിൽ അവരില്ലാത്ത നേരത്ത് പോയിട്ട് അവരുടെ ആ ഒരു ബിൽഡിങ്ങിന്റെ ചുമര് തുളച്ച് ഈ ബിൽഡിങ്ങിലേക്ക് കയറാൻ പറ്റും. സോ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ ഹോട്ടലിൽ തന്നെ ഒരാളും ഇവരുടെ ടീമിലുണ്ട് കേട്ടോ. അതായത് ജൂലിക്ക് ആ ഒരു ക്യാഷിന്റെ കവർ കൊണ്ടേ കൊടുത്തില്ലേ, സൈമൺ കൊടുത്തതാന്ന് പറഞ്ഞിട്ട് അയാൾ തന്നെ. അങ്ങനെ ഈ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് ഇവർക്ക് എല്ലാവർക്കും കയറണം. അതായത് സൈലറും ഉമറും അങ്ങനെ കുറച്ച് ആൾക്കാരാണ് കയറാൻ പോകുന്നത്. അപ്പൊ അതിനു മുന്നേ മുത്തശ്ശി ആ വീട്ടിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. മുത്തശ്ശി ഇപ്പൊ ഏതോ ഒരു കാസിനോയിലേക്ക് പോയി. കാസിനോയിൽ പോയിട്ട് അവിടുന്ന് തിരിച്ചിറങ്ങുന്നത് വരെ ഇവർക്ക് ആ വീട്ടിൽ
നിന്നും അതിന്റെ ആ ഒരു ചുമര് തുറക്കാം. അപ്പൊ മുത്തശ്ശി കാസിനോട് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ തന്നെ ഇൻഫോം ചെയ്യാനായിട്ട് നമ്മുടെ അപ്പൂപ്പൻ ആൽബർട്ടിനെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പൂപ്പൻ ആൽബർട്ട് ആ ഒരു കസിനോട് പുറത്ത് തന്നെ ഇരിക്കുകയാണ്. ഇതേ നേരത്ത് തന്നെ സൈലറും അയാളുടെ ആൾക്കാരും കൂടെ വന്ന് ചുമര് തുളച്ച് അപ്പുറത്തേക്ക് അടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കസിനോയിലെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഇപ്പൊ മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നാൽ മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കറക്റ്റായിട്ട് മെസ്സേജ് കൊടുക്കാൻ അവിടെ ആൽബർട്ടിനെ നിർത്തിയായിരുന്നല്ലോ. ഇവനാണെങ്കിൽ ആ തണുപ്പത്ത് കിടന്ന് അറിയാതെ ഉറങ്ങി പോവാണ്. മുത്തശ്ശി പുറത്തേക്ക് ഇറങ്ങിയത് ഇവൻ അറിഞ്ഞതുമില്ല. ഇതിനുശേഷം ജൂലിയും സൈമണിയും കാണിക്കാണ്. അവർ രണ്ടുപേരും ആ ഒരു റൊമാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ജൂലിയ നല്ല ടയർഡിലാണ്, നല്ല ഉറക്കത്തിലാണ്. അപ്പൊ സൈമൺ പതിയെ എഴുന്നേറ്റ് വന്ന് ആ കബോർഡിൽ വെച്ച ആ ചാവി ഉണ്ടല്ലോ, അതിന് ആ ഒരു ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് അത് അതുപോലെ തന്നെ തിരിച്ചു വെക്കുകയാണ്. എന്നിട്ട് പതിയെ ജൂലിയോട് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇതേ നേരം തന്നെ ആ മുത്തശ്ശിയാണെങ്കിൽ അവരുടെ വീട്ടിലേക്ക് വന്നു. അവരെ കണ്ടപാട് തന്നെ ഈ സൈലറും അയാളുടെ ആൾക്കാരും പോയിട്ട് ഒളിക്കുന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ല. മുത്തശ്ശി ഇവരെ എങ്ങനെയോ കണ്ടു. അതുകൊണ്ട് വേറൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് മുത്തശ്ശി അവിടെ വെച്ച് ഇവർക്ക് കൊല്ലേണ്ടി വരികയാണ്. ഒരാളെ കൊല്ലാൻ മാത്രക്ക് അത്ര കെൽപ്പുള്ള ആളാണോ ഈ സൈലർ? ആൾ ഒരല്പം ദുഷ്ടനാണ് കേട്ടാ. അതുപോലെ തന്നെ ആൽബർട്ടിന് മിസ്റ്റേക്ക് വന്നല്ലോ. ആൽബർട്ട് കാരണമാണല്ലോ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യേണ്ടി വന്നത്. ഇവനിപ്പോ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി നല്ല പെട്ട കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ പ്രായം പോലും നോക്കാതെ അടിക്കുന്നത്. എന്നിട്ട് ഇവരുടെ താവളത്തിലേക്ക് വരുന്നുണ്ട്. അതേസമയം തന്നെ സൈമൺ നമ്മുടെ അപ്പൂപ്പനെ നോക്കുന്ന സമയത്ത് അയാളുടെ മുഖം കടികൊണ്ട് ആകെ വീർത്തിരിക്കുകയാണ്. ആരുടെ അടിച്ചേ, എന്തിനാണ് ഇയാൾ അടിച്ചെന്നിട്ട് സൈമൺ ചോദിക്കാൻ വരുമ്പോൾ ആൽബർട്ട് പറയണ വേണ്ട വേണ്ട, എന്റെ ഭാഗത്തുള്ള വലിയൊരു മിസ്റ്റേക്കാണ്, അതിന് പകരം കൊടുക്കേണ്ടി വന്നത് ഒരു ജീവനാണ്, അതുകൊണ്ട് ഇവിടുന്ന് ഒന്നും സംസാരിക്കേണ്ടെന്ന് പറയണം. എന്തായാലും നമ്മുടെ സൈമൺ കൊണ്ടുവന്ന ആ കീയുടെ ആ ഒരു വീഡിയോസ് ഫോട്ടോസ് ഇതെല്ലാം വെച്ച് നമ്മുടെ ആൽബർട്ട് അപ്പൂപ്പൻ നന്നായിട്ടുള്ള ഏകദേശം കാണാൻ അതുപോലെ തന്നെയുള്ള ഒരു കീ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സൈമണോട് ആൽബർട്ട് പറയാണ്, എടാ എനിക്ക് മടുത്തടാ, എന്തായാലും ചാവി ഞാൻ ഉണ്ടാക്കി തന്നല്ലോ, അതുപോലെ തന്നെ ഞാൻ കാരണമാണല്ലോ ആ ഒരു പാവം സ്ത്രീ മരിച്ചുപോയത്, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണല്ലോ, ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. അതുപോലെ തന്നെ അവരുടെ ഒരു നായ്ക്കുട്ടിയുണ്ട്, അതിനെ ഞാൻ കൂടെ കൊണ്ടുപോകണം. നമ്മുടെ ആൽബർട്ട് അപ്പൂപ്പന് മനസ്സാകെ മടുത്തു പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് ആൽബർട്ട് അപ്പൂപ്പൻ പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്താണ് സൈമൺ ഒരു കാര്യം ആലോചിക്കുന്നത്. അതായത് ആൽബർട്ടിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നപ്പോൾ ഇത്രയും ക്രൂരമായിട്ട് ഇയാൾ ഉപദ്രവിച്ചു, അതും പ്രായം പോലും നോക്കാതെ. അങ്ങനെയാണെങ്കിൽ ഈ സൈലർ നമ്മുടെ ജൂലിയുടെ കയ്യിൽ നിന്നും ആ ചാവി കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ഇനി എന്തെങ്കിലും പ്ലാൻ പാളിക്കഴിഞ്ഞാൽ അവളെ കൊല്ലാനും സാധ്യതയുണ്ട്. എന്തായാലും അവളെ പറ്റിച്ച് ആ ഒരു ചാവി എടുക്കാൻ നോക്കുന്നതിന്റെ ഇടയിൽ സൈമൺ എന്തോ അവളോടൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവളുടെ ജീവനൊന്നും വരാതിരിക്കാനായിട്ട് സൈമൺ നേരെ ജൂലിയുടെ അടുത്ത് പോയിട്ട് ഒരു കാര്യം പറയാണ്. ജൂലിയ, ഈ ഓപ്ഷന്റെ കാര്യങ്ങളൊക്കെ നീയല്ലേ മുഴുവനായിട്ട് നോക്കുന്നത്, അപ്പൊ എല്ലാ റിസ്ക്കും കൂടെ നീ എന്നെ എടുത്ത് തലയിൽ വെക്കണ്ട. നിന്റെ ആ ഒരു മാനേജർ ഉണ്ടല്ലോ, അയാളുടെ കയ്യിൽ ആ ചാവി നോക്കാനുള്ള ആ ഒരു പണി അയാളെ ഏൽപ്പിച്ചേക്ക്, ചാവി അയാൾ നോക്കിക്കോളെന്ന് പറയണം. പിന്നീട് സൈമൺ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ജൂലിയ മാനേജറുടെ കയ്യിലേക്ക് ആ ചാവി കൈമാറുകയാണ്. ഈ കാര്യം അതുപോലെ തന്നെ സൈമൺ വന്നിട്ട് സൈലറിനോട് പറയുന്നുണ്ട്. അതായത് ആ ചാവി കിട്ടാൻ വേണ്ടി ഇനി നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് ജൂലിയല്ല, അവളുടെ മാനേജറെയാണ്. അപ്പോൾ എങ്ങനെയാന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്ലാൻ ചെയ്യും, അപ്പോഴേക്കും ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിട്ടിട്ട് വരാന്ന് പറയണം. അതായത് ഇവിടെയല്ല, അത് മറ്റൊരു നാട്ടിലാണ്. അങ്ങനെ സൈമൺ നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവന്റെ പ്രൊബേഷൻ ഓഫീസറുടെ അടുത്തേക്ക് പോയിട്ട് ഒപ്പെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പോകുന്ന സമയത്ത് കൈക്കെന്തോ പരിക്ക് പറ്റിയതുപോലെ കുറച്ച് തുണിയും അതുപോലെ തന്നെ പ്ലാസ്റ്ററും എല്ലാം കയ്യിൽ ചുറ്റിയിട്ടാണ് പോകുന്നത്. ആളുടെ ഒരു സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സൈമണെ കണ്ടപാട് തന്നെ ഓരോ വിശേഷങ്ങൾ ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. എടാ സൈമൺ, നീ ഒരു കാര്യം ചെയ്യും, പുറത്ത് പോയിട്ട് ഒരു കോഫി എടുത്തിട്ട് വാ. ആ സാറേ, ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് സൈമൺ അവന്റെ കോട്ടും അവിടെ വെച്ച് നേരെ ഒരു കോഫി എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോകണം. ഈ നേരത്ത് അവന്റെ കീശയിൽ വല്ല കാശോ സിഗരറ്റോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവന്റെ കോട്ടിൽ ഇപ്പോൾ ഈ പോലീസുകാരൻ വന്ന് കൈയിടുകയാണ്. അങ്ങനെ കൈയിട്ട സമയത്ത് ഇവൻ ആ ഒരു ഹോട്ടലിൽ തങ്ങുന്നുണ്ടല്ലോ, അതിന്റെ ആ ഒരു റെസിപ്റ്റ് ഇയാൾക്ക് കിട്ടുകയാണ്. അപ്പൊ തന്നെ ഈ പോലീസുകാരന് സംശയം തോന്നാണ്. അല്ല, കുറച്ച് വർഷത്തേക്ക് ഈ സ്ഥലം വിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് നിയമമുള്ളതാണല്ലോ, ഇവൻ പിന്നെ എന്തിനാ പുറത്തേക്ക് പോയത്? അപ്പൊ എന്തോ ഒരു ഉടായ്പുണ്ടല്ലോ. എന്തായാലും കോഫിയുമായിട്ട് സൈമൺ തിരിച്ചു വന്നപ്പോൾ അതിനെപ്പറ്റിയൊന്നും ഈ പോലീസുകാരൻ ചോദിക്കുന്നില്ല. എന്നാൽ ഒപ്പലിലിട്ട് സൈമൺ തിരിച്ചു പോകുമ്പോൾ ഇവന്റെ പിന്നാലെ സൈമൺ പോലും അറിയാതെ ഈ പോലീസുകാരൻ വരികയാണ്. ഇപ്പൊ സൈമൺ പോയിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അങ്ങോട്ടേക്ക് ഈ പോലീസുകാരനെത്തി. എന്നാൽ പെട്ടെന്നാണ് ഈ പോലീസുകാരന്റെ അടുത്തേക്ക് വേറെ 2 ഓഫീസർ വന്നിട്ട് ഇപ്പൊ അയാളോട് പറയുന്നത്, ദയവ് ചെയ്ത് ഇവിടെ വെച്ച് നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ സൈമൺ എന്തോ ഒരു വലിയ കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു വലിയ റോബറിയാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ അവനെ തടുക്കാൻ നിന്നാൽ നമുക്ക് അവനെ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവർ പ്ലാൻ ചെയ്ത കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് അവരെ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ അവരുടെ സംഘത്തിനെ മുഴുവനായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇപ്പൊ അവന്റെ പിന്നാലെ പോകല്ലേ. അതായത് സൈമണിന്റെയും അവന്റെ ആ ഒരു ടീമിന്റെയും പിന്നാലെ ഒരു കൂട്ടം പോലീസുകാർ തന്നെ ഉണ്ട് കേട്ടോ. എന്നാൽ ഇതൊന്നും അറിയാതെ സൈമണും അവന്റെ ടീമും കൂടെ അവരുടെ പദ്ധതിയുമായിട്ട് പക്കയായിട്ട് മുന്നോട്ടേക്ക് പോവാണ്. അതുപോലെ തന്നെ വിൽക്കാൻ വെച്ചിരിക്കുന്ന ആ ഒരു ഡയമണ്ടും അതിന്റെ കൂടെ തന്നെ വേറെയും കുറച്ച് ആഭരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം അതിന്റെ അതേ പക്ക കോപ്പി ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ സൈമണും സൈഫറും അവരുടെ ആ ഒരു ടീമും കൂടെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ഡയമണ്ട് എക്സിബിഷൻ ചെയ്യുന്ന ആ ഒരു ദിവസമായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ജൂലിയുടെ സെക്യൂരിറ്റി വിങ്ങിലുള്ള ആളല്ലേ സൈമൺ, അതുകൊണ്ട് തന്നെ അവൻ അങ്ങോട്ടേക്ക് കയറാൻ പറ്റി. പാർട്ടിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ആ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന ഒരു ഷാമ്പയിന്റെ ബോട്ടിലേക്ക് ഇവർ കുറച്ച് മയക്കുമരുന്ന് കലർത്തുന്നുണ്ട്. എന്തായാലും അവിടെ ആ ഒരു പാർട്ടിയെല്ലാം
നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സൈമൺ ആരും അറിയാതെ നേരെ ലിഫ്റ്റിന്റെ ഭാഗത്തേക്ക് പോവാണ്. പിന്നീട് ലിഫ്റ്റുമായിട്ട് നേരെ താഴേക്ക് പോകുന്ന സമയത്ത് ഒരു ഫ്ലോറിലേക്ക് ഇറങ്ങിയതുമില്ല, മറ്റൊരു ഫ്ലോറിൽ നിന്ന് വിട്ടതുമില്ല. ഏകദേശം അവിടെ എത്തിയപ്പോൾ പെട്ടെന്ന് ലിഫ്റ്റ് ഓഫ് ആക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മുത്തശ്ശിയുടെ വീട്ടിൽ നിന്നും ഇവര് ഒരു തുള ഉണ്ടാക്കിയില്ലേ, ആ തുളയിലൂടെ ഇനി കറക്റ്റ് ഈ സ്ഥലത്ത് കൂടെ വേണം ഇവർക്ക് പാസ് ചെയ്ത് പോകാനായിട്ട്. അതായത് കറക്റ്റ് ഓപ്പോസിറ്റ് ഉള്ളത് ആ ഒരു സെക്യൂരിറ്റി ഹെഡ് ഓഫീസർ ഉണ്ടല്ലോ, അയാളുടെ കൺട്രോൾ റൂമിലേക്കാണ് ഇതിലൂടെ പോകാൻ കഴിയുക. അങ്ങനെ ഇപ്പോ ആ ഒരു ഹോളിലൂടെ ഈ സൈലറും ഒമറും കൂടെ ലിഫ്റ്റിന്റെ മുകളിലേക്ക് വന്നു. എന്നിട്ട് ആ ഒരു AC-യുടെ ഡെക്റ്റ് ഉണ്ടല്ലോ അത് തുറന്നുകൊണ്ട് കൺട്രോൾ റൂമിലേക്ക് കയറാൻ നിൽക്കുകയാണ്. എന്നാൽ എന്തോ ആ ഒരു ഡെക്റ്റ് ഇവരെ കൊണ്ട് തുറക്കാൻ പറ്റുന്നില്ല. ഇതേ നേരത്തെ തന്നെ ബാക്കിയുള്ള സെക്യൂരിറ്റി ഓഫീസേഴ്സ് നോക്കുമ്പോൾ ലിഫ്റ്റ് മുകളിലേക്കും പോകുന്നില്ല, താഴേക്കും വരുന്നില്ല, നടുക്കായിട്ട് അങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ്. അപ്പൊ അതെന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ഒരു ടീമിനോട് പറയാണ്. അപ്പൊ തന്നെ സൈമൺ പറയുന്നുണ്ട്, എടോ വേഗം ഒന്ന് അപ്പുറത്തേക്ക് കടക്ക്, അവരിപ്പോ വന്ന് നോക്കും. എന്നാൽ എന്തോ ഭാഗ്യത്തിന് ഉമറും സൈലറും കൂടെ എങ്ങനെയൊക്കെയോ ആ ഒരു AC ഡെക്റ്റ് തുറന്നുകൊണ്ട് അതിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. എന്തായാലും ആ കാര്യം അവിടെ സക്സസ്ഫുൾ ആയിട്ട് നടന്നല്ലോ. അതുകൊണ്ട് തന്നെ സൈമൺ നേരെ ലിഫ്റ്റിലേക്ക് താഴേക്ക് ഇറങ്ങിയിട്ട് ആരുമില്ലാത്തൊരു ഏരിയയിലൂടെ നേരെ പാർട്ടി നടക്കുന്ന ഭാഗത്തേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു ഒമറും അതുപോലെ തന്നെ സൈലറും കൂടെ കൺട്രോൾ റൂമിലേക്ക് വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഓഫീസർമാരുണ്ടല്ലോ അവര് ഗൺ പോയിന്റിൽ നിർത്തിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആ ചാവി എടുക്കുകയാണ് കേട്ടോ. സോ ഒരു ചാവി കിട്ടിക്കഴിഞ്ഞു, ഒറിജിനൽ. ഇനിയിപ്പോ ഇവർക്ക് ഈ ചാവിയുമായിട്ട് അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ഈ സെക്യൂരിറ്റി ഓഫീസർമാരുടെ ഡ്രസ്സ് വേണമല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ കെട്ടിയിട്ട് അവരുടെ ഡ്രസ്സ് അയച്ചെടുത്ത് ആ ഡ്രസ്സുമായിട്ടാണ് ഒമരും സൈലറും കൂടെ താഴേക്ക് ഇറങ്ങുന്നത്. ഇപ്പൊ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് കാണിക്കുകയാണ്. ജൂലി ആണെങ്കിൽ നമ്മുടെ സൈമണെ അവളുടെ അച്ഛനായിട്ടുള്ള ആന്റോണിയയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ അവളുടെ അച്ഛന്റെ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ഫിലിപ്പ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആളൊരു പൊളിറ്റീഷ്യൻ ആണ് കേട്ടോ. ആന്റോണിയുടെയും അതുപോലെ തന്നെ ജൂലിയുടെ അമ്മയുടെയും നല്ലൊരു സുഹൃത്തായിരുന്നു ഈ ഫിലിപ്പ്. അപ്പൊ ജൂലിയുടെ അമ്മ മരിച്ചുപോയതിലൊക്കെ ഫിലിപ്പ് ഖേദം അറിയിക്കുന്നുണ്ട്. ഇതേ സമയം ഈ പാർട്ടിയിൽ പങ്കെടുത്ത ആരും അറിയാതെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഷാമ്പൈൻ ബോട്ടിൽ ഈ ഹോട്ടലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഇവരുടെ ഒരാളുണ്ടായിരുന്നല്ലോ, അയാൾ എല്ലാത്തിലും മയക്കുമരുന്ന് കലർത്തിയിട്ടുണ്ട്. സോ ഓരോരുത്തരും ഈ ഷാമ്പൈൻ കുടിക്കുന്നതനുസരിച്ച് പയ്യെ പയ്യെ തളർന്നു വീഴുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജൂലിയുടെ മാനേജർ ഉണ്ടല്ലോ, അയാളാണെങ്കിൽ ഇതൊന്നും കുടിച്ചില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് മയക്കവും വരുന്നില്ല. സൈമന്റെ കയ്യിൽ എപ്പോഴും സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടാവും. സോ അവന്റെ കയ്യിലുണ്ടായിരുന്ന സിറിഞ്ച് ഉപയോഗിച്ച് പെട്ടെന്ന് അവന്റെ ദേഹത്തേക്ക് കുത്തി കയറ്റാണ് ആ ഒരു മരുന്ന്. അപ്പൊ തന്നെ അയാളും കുഴഞ്ഞു വീഴുന്നുണ്ട്. സോ എല്ലാവർക്കും ഇതുപോലെ ഇഷ്യൂ വന്നപ്പോൾ ഒരുപാട് ആംബുലൻസ് മെഡിക്കൽ ടീമൊക്കെ അങ്ങോട്ടേക്ക് വരികയാണ്. ഇതേ നേരം തന്നെ സൈമൺ ഇപ്പൊ ജൂലിയോട് പറയുന്നത്, അല്ല ആ ചാവി ഉള്ളത് മാനേജറുടെ കയ്യിലല്ലേ, എത്രയും പെട്ടെന്ന് തന്നെ അയാളുടെ കീശയിൽ നിന്നും അത് എടുക്കണം എന്ന് പറഞ്ഞിട്ട് ആംബുലൻസിൽ കിടക്കുന്ന ഈ മാനേജറുടെ കീശയിൽ നിന്നും ഒറിജിനൽ ചാവി സൈമൺ എടുക്കുകയാണ്. എന്നിട്ട് അവന്റെ കയ്യിൽ അത് വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഇപ്പൊ ജൂലിക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒറിജിനൽ ചാവി ഒന്നിപ്പോ സൈമന്റെ കയ്യിലെത്തി, രണ്ടാമത്തെ ഒറിജിനൽ ചാവി ഇപ്പൊ സൈലറിന്റെ കയ്യിലുണ്ട്. സിറ്റുവേഷൻ ആകെ മോശമായി കിടക്കാണല്ലോ. ഓരോരുത്തരുടെ ശ്രദ്ധയും പല ഭാഗത്തേക്കായല്ലോ. ഈ അവസരം കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് സൈമണും സൈലറും കൂടെ പോയിട്ട് ആ ലോക്കറിൽ നിന്നും ആ ഡയമണ്ടും അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ആഭരണങ്ങളും ഇപ്പൊ മോഷ്ടിക്കുകയാണ്. പ്ലാൻ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു, കറക്റ്റ് ആയിട്ട് നടക്കുകയാണ്. എന്നാൽ പാളി. ഇവരുടെ പിന്നാലെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടായിരുന്നല്ലോ, അവര് കറക്റ്റ് ആയിട്ട് സൈമണെയും സൈലറിനെയും അവിടെ വെച്ച് ആ പാർട്ടിയിൽ വെച്ച് പൊക്കുകയാണ്. ജൂലിയുടെ കൺമുന്നിൽ വെച്ചാണ് ഇതൊക്കെ നടക്കുന്നത് കേട്ടോ. അവൾ ആകെ ടെൻഷനിലായി പോവാണ്. അതായത് സൈമണോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ അവൻ ചതിക്കുകയായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമാവുകയാണ്. എന്തായാലും ഇപ്പൊ വന്ന ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് സൈമണെയും സൈലറിനെയും ഒമറിനെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. കൂടെ തന്നെ ആ ഒരു തൊണ്ടി മുതലായിട്ടുള്ള ഡയമണ്ടും ആഭരണങ്ങളും കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയത്തെല്ലാം ജൂലിയ വല്ലാത്തൊരു ഷോക്കിലായിരുന്നു കേട്ടോ. അതായത് സൈമൺ ചതിക്കുന്നു അവള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇപ്പൊ ജൂലിയോട് ആ ഓണേഴ്സൊക്കെ നമ്മുടെ ഡയമണ്ട് അവർ കൊണ്ടുപോയില്ലേ, പോലീസിനോട് അത് തിരിച്ചു തരാൻ പറയുന്നു പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് വിളിക്കാൻ പറയണം. അങ്ങനെ ഇവർ സ്റ്റേഷനിലേക്ക് വിളിച്ചു നോക്കുമ്പോൾ അവിടെ നിന്നും ഇങ്ങനെ ഒരു ടീം വന്നിട്ടേ ഇല്ല, അങ്ങനെ ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ടേ ഇല്ല. പണി പാളിയില്ലേ. ഇവരുടെ മുന്നിൽ വെച്ച് ആ ഡയമണ്ടുമായിട്ട് കള്ളന്മാര് കടന്നു കളഞ്ഞില്ലേ. അതായത് ആ രണ്ട് പോലീസുകാരുണ്ടല്ലോ, അത് പോലീസുകാരൊന്നുമല്ല, ഈ സൈലർ നേരത്തെ ഏർപ്പാടാക്കിയ രണ്ടാൾക്കാർ തന്നെയാ. എവിടെയെങ്കിലും വെച്ച് പണി പാളുകയാണെങ്കിൽ ആ സമയത്ത് ഇവരെ വന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് റെഡിയാക്കിയ ആൾക്കാരായിരുന്നു അവര്. ശരിക്കും സൈമണെന്ന് ഒപ്പിടാൻ പോയപ്പോൾ അവന്റെ പിന്നാലെ ആ ഒരു പ്രൊബേഷൻ ഓഫീസർ വരുന്ന സമയത്ത് തന്നെ ഇവർ പിടിക്കപ്പെടേണ്ടതായിരുന്നു. എന്നാൽ അവിടെ വെച്ച് ആ ഓഫീസറെ ഈ രണ്ടാൾക്കാർ പറ്റിച്ച് അയാൾ തിരിച്ചു വിട്ടല്ലോ. സോ ഇത് ഇവരുടെ ഒരു മാസ്റ്റർ പ്ലാനിന്റെ ഒരു ഭാഗമായിരുന്നു കേട്ടോ. സൈലറാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്തായാലും ഇവർ ആ ഒരു ഡയമണ്ടും ഈ ആഭരണങ്ങളുമായിട്ട് നേരെ ഷിപ്പിലേക്ക് പോവാണ്. അവിടെ വെച്ച് അവർ അറമാദിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം കോടിക്കണക്കിന് രൂപയുടെ മുതലാണ് ഇപ്പൊ കയ്യിലുള്ളത്. പക്ഷെ സൈമൺ ഈ സമയത്ത് ഹാപ്പി ആകാൻ കഴിയുന്നില്ല. ഭയങ്കര സങ്കടം. അതായത് ജൂലിയെ ചതിച്ചില്ലേ, ആ ഒരു ബുദ്ധിമുട്ട് വല്ലാതെ അവന്റെ ഉള്ളിൽ കിടന്ന് കുത്തുകയാണ്. അതുപോലെ തന്നെ ജൂലിയെ നോക്കുകയാണെങ്കിൽ അവൾ ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. ഈ നേരത്താണ് മുകളിൽ നിന്നും ഷൂട്ട് ചെയ്യുന്ന ശബ്ദം സൈമൺ കേൾക്കുന്നത്. നോക്കുമ്പോ എന്താ, ഈ സൈലറും അയാളുടെ ആളായിട്ടുള്ള ഉമർ, ഇവർ രണ്ടുപേരും കൂടെ ഈ മോഷണത്തിന് ഹെൽപ്പ് ചെയ്ത് ബാക്കി ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വെടിവെച്ച് കൊന്നുകൊണ്ടിരിക്കുക. ശബ്ദം കേട്ട് മുകളിലേക്ക് പോയ സൈമൺ നേരെയും ഈ സൈലർ ഷൂട്ട് ചെയ്യാണ്. വെടികൊണ്ട് സൈമൺ താഴേക്ക് വീഴുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സൈലർ വേറൊരു കാര്യം ഇവിടെ ചെയ്യുന്നുണ്ട്. അവന്റെ തന്നെ കൈ മുറിച്ച് അവന്റെ രക്തം അവിടെ ഫുള്ളായിട്ട് ആക്കുകയാണ്. പിന്നീട് ആ ഒരു ഡയമണ്ട് മാത്രം സൈലർ എടുത്ത് ബാക്കിയുള്ള ആഭരണങ്ങളൊക്കെ അവിടെ ഇടുകയാണ്. എന്താണ് ഈ സൈലറിന്റെ പ്ലാൻ എന്നുള്ളത് കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നീട് എല്ലാവരെയും കൊന്നുകളഞ്ഞ സൈലറും ഒമറും കൂടെ ആ ഡയമണ്ട് മാത്രം എടുത്തുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടുകയാണ്. എന്നാൽ പിറ്റേ ദിവസം രാവിലെ
എത്തിയപ്പോഴാണ് ഒരു കാര്യം കാണിക്കുന്നത്. അതായത് തീരത്തേക്ക് നമ്മുടെ സൈമൺ നീന്തി വരികയാണ്. അതായത് ഇന്നലെ രാത്രി അവന്റെ ദേഹത്ത് ഒരു വട്ടം വെടി കൊണ്ടപ്പോൾ തന്നെ അവൻ ആ ഒരു വെള്ളത്തിലേക്ക് വീണു. അതുകൊണ്ട് രണ്ടാമതൊരു ബുള്ളറ്റ് അവന്റെ ദേഹത്ത് കയറിയില്ല. വലിയ പരിക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് സൈമൺ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് നീന്തി കയറിയതാണ് ഇങ്ങോട്ട്. ഇപ്പൊ അവിടെ കണ്ട ഒരു വണ്ടിയുടെ ചില്ലെല്ലാം അടിച്ചു പൊളിച്ച് ആ വണ്ടിയുമായിട്ട് സൈമൺ വേഗം തന്നെ ഇവിടുന്ന് കടന്നു കളയാണ്. കാരണം ഇനി എവിടെ പോയാലും ഒന്നില്ലെങ്കിൽ പോലീസുകാർ അല്ലെങ്കിൽ സൈലറിന്റെ ആൾക്കാർ ആരുടെ കയ്യിൽ പെട്ടാലും പണിയാണെന്ന് സൈമണ് നന്നായിട്ട് അറിയാം. പിന്നീട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് സൈമൺ റേഡിയോയിലൂടെ ആ ഒരു വാർത്ത കേൾക്കുന്നത്. അതായത് ഇന്നലെ മോഷണം പോയ ആ വലിയ ഡയമണ്ട് അതുമായിട്ട് കടന്നു കളഞ്ഞ കള്ളന്മാരുടെ ബോട്ട് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ വീതം വെക്കുന്നതിന്റെ ഇടയിൽ തർക്കം വന്ന് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്ത് ആ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചുപോയി. അവരുടെ ലീഡറായിട്ടുണ്ടായിരുന്നത് ഒന്ന് സൈമൺ അതുപോലെ തന്നെ സൈലർ. രണ്ടുപേരും മരിച്ചു എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സൈലർ എന്തിനാണ് അവന്റെ രക്തം ആ ഒരു ബോട്ടിൽ ആക്കിയതെന്ന് മനസ്സിലായില്ലേ. അതുപോലെ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ആ ഒരു ഫൈറ്റിന്റെ ഇടയിൽ നെക്ലേസ് എല്ലാം ആ ഒരു ബോട്ടിൽ വീണിട്ടുണ്ട്. പക്ഷെ ഡയമണ്ട് വെള്ളത്തിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു ഡയമണ്ട് കിട്ടാൻ വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് വാർത്ത വന്നിരിക്കുന്നത്. അതായത് ഇനി ആ ഒരു ഡയമണ്ട് തേടിക്കൊണ്ടും അതുപോലെ തന്നെ സൈലറിനെ തേടിക്കൊണ്ടും ആരും അവന്റെ പിന്നാലെ പോയില്ലല്ലോ. ശരിയും ഇതായിരുന്നു സൈലറിന്റെ ആ ഒരു മാസ്റ്റർ പ്ലാൻ. വാർത്തയിലൂടെ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ സൈമൺ അത് മനസ്സിലായി. നല്ല രീതിയിൽ ചതിക്കപ്പെട്ടു എന്ന് സൈമണ് മനസ്സിലായി. അന്ന് തന്നെ സൈലറിന്റെ സ്വഭാവം മനസ്സിലായപ്പോൾ തന്നെ ഇതിൽ നിന്ന് പിന്മാറണമായിരുന്നു. ഒരു മിസ്റ്റേക്ക് ആൽബർട്ടിന് വന്ന സമയത്ത് അയാൾ ക്രൂരമായിട്ട് മർദ്ദിച്ചതാണ്. അതുപോലെ തന്നെ ആ മുത്തശ്ശിയെ കൊന്നതാണ്. അപ്പൊ തന്നെ ഇവന്റെ സ്വഭാവം മനസ്സിലാക്കാലോ. ഇതിനുശേഷം നമ്മുടെ ജൂലിയെ കാണിക്കുകയാണ്. അവളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്താണ്, ആ ഒരു റോബേഴ്സിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സൈമൺ ഏറ്റവും കൂടുതൽ അടുപ്പുണ്ടായിരുന്നത് ജൂലിയുമായിട്ടായിരുന്നല്ലോ. ഇവരെങ്ങോട്ടൊക്കെയോ കറങ്ങാൻ പോകുന്നതൊക്കെ കുറെ പേര് കണ്ടു. സാക്ഷിയായിട്ട് കുറെ പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്. മെയിൻ ആയിട്ട് മറ്റേ ഒരു എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള റിക്ക്. അപ്പൊ ഈ ഒരു റോബറിയിൽ നിനക്ക് കൂടെ പങ്കില്ലേ എന്ന് പോലീസുകാർ മാറി മാറി ചോദിക്കുന്നുണ്ടെങ്കിലും ജൂലിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അതുപോലെ അവൾക്കെതിരായിട്ട് ഒരുപാടധികം തെളിവുകൾ ആരൊക്കെയോ കരുതിക്കൂട്ടി അവൾക്ക് നേരെ ഫ്രെയിം ചെയ്യുന്നത് പോലെ. ആരായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് ഊഹിക്കാനില്ലല്ലോ. മറ്റാരുമല്ല, സൈലർ തന്നെ. ഇതിനുശേഷം സൈമണെ കാണിക്കുകയാണ്. അതായത് സൈമൺ രക്ഷപ്പെട്ടിപ്പോ നേരെ പോയിരിക്കുന്നത് അവനെയും ഈ സൈലറിനെയും തമ്മിൽ മുട്ടിച്ചു കൊടുത്ത നമ്മുടെ ആൽബർട്ട് അപ്പൂപ്പന്റെ അടുത്തേക്കാണ്. പോയ വാർഡൻ അപ്പൂപ്പനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അവനെ കുറിച്ച് എല്ലാം അറിയെങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ടേ പെടുത്തുകയായിരുന്നല്ലേ, എങ്ങനെ തോന്നിയാടോ എന്നെ നിങ്ങൾക്ക് ചതിക്കാനായിട്ട്? നിനക്ക് എല്ലാം അറിയുന്നതുകൊണ്ട് നീ നൈസായിട്ട് രക്ഷപ്പെട്ടു. ഞാനാണെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ പെടുകയും ചെയ്തു. ഇതേ നേരം തന്നെ ആൽബർട്ട് പറയാണ്, എന്റെ സൈമ, എനിക്ക് അങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ നിന്നെ പെടുത്തുവോ? എടാ, ഞാനും നീയും തമ്മിൽ എത്ര വർഷത്തെ ബന്ധമുള്ളത്? ഇവൻ ഇത്ര ഡേഞ്ചർ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാനത് പാതി വഴിയിൽ ഉപേക്ഷിച്ചത് ഞാൻ കാരണം ആ സ്ത്രീ മരിച്ചുപോയി. അതിന്റെ ആ ഒരു കുറ്റബോധം കൊണ്ട് മാത്രമാണ്. ശരി, ഞാൻ എന്തായാലും നിന്നെ വിശ്വസിക്കുന്നില്ല. നമുക്ക് എന്തായാലും ഈ സൈലറിനെ കുറിച്ചൊന്ന് പഠിക്കണം എന്ന് പറയാണ്. നിനക്ക് അവനുമായിട്ട് എത്ര വർഷത്തെ പരിചയമുണ്ട്? ഇപ്പൊ ആൽബർട്ട് പറയാണ് 12 വർഷത്തെ പരിചയമുണ്ട്. അതിനു മുന്നേ അവൻ എന്താ ചെയ്തിരുന്നത്? അതൊക്കെ സൈമൺ ചോദിക്കുമ്പോൾ ആൽബർട്ട് പറയാണ്, അന്ന് ഞാൻ അവനെ പരിചയപ്പെടുമ്പോൾ അവൻ പറഞ്ഞത് മിലിറ്ററിയിലൊക്കെ ആയിരുന്നു എന്നാണ്. അവിടുത്തെ എന്തോ ഡ്രൈവറോ അങ്ങനെ എന്തോ ആയിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. എന്തായാലും സൈമൺ പിന്നീട് കുത്തിയിരുന്ന് ഈ സൈലറിനെ കുറിച്ച് നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കുക. നോക്കുമ്പോൾ സൈലർ ആർമിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ ഷോക്കിംഗ് ആയ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ സൈലർ ഉണ്ടല്ലോ മറ്റൊരാളുടെ ബോഡി ഗാർഡായിട്ട് കൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ആരാണെന്നല്ലേ? നമ്മുടെ ജൂലിയുടെ ഫാദർ ഉണ്ടല്ലോ, ആന്റോണിയോ. അതുപോലെ തന്നെ ജൂലിയുടെ അമ്മയുണ്ടല്ലോ, അവരുടെ കോമൺ ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, ഫിലിപ്പ്. അന്ന് ആ പാർട്ടിയിൽ വെച്ച് ജൂലിയെ തന്നെ സൈമണ് പരിചയപ്പെടുത്തി കൊടുത്ത ആ ഫിലിപ്പ് ഒരു പൊളിറ്റീഷ്യനാന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അയാളുടെ ഗാർഡ് ആയിരുന്നു ഈ ഒരു സൈലർ. അതുപോലെ ഈ ഒരു ഫിലിപ്പ് അത്യാവശ്യം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ഇയാളുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളുണ്ടല്ലോ, പെട്ടെന്ന് അയാളുടെ വണ്ടിയിൽ എന്തോ മരുന്ന് ഓവർഡോസ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഫിലിപ്പിനെ ടെററിസ്റ്റുകൾ തട്ടിക്കൊണ്ടുപോയി ഇയാളെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും ഒരു വാദവുമായിട്ട് ഇയാൾ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ ആൾക്കാർക്കിടയിൽ ഫിലിപ്പിന് നല്ലൊരു എന്താ പറയാ മതിപ്പാണ്, ഭയങ്കര പോപ്പുലർ ആണ്. എന്നാൽ മറ്റൊരു കാര്യം സൈമൺ ഇവിടെ ശ്രദ്ധിച്ചത്, ജൂലിയുടെ അമ്മ മരിച്ചു പോയില്ലേ, ഒരു മരുന്ന് കഴിച്ച് ഓവർഡോസ് ആയി എന്ന് പറഞ്ഞിട്ട് അതേ രീതിയിലാണ് ഈ ഫിലിപ്പിന്റെ എതിരാളിയായിട്ടുള്ള പൊളിറ്റീഷ്യനും മരണപ്പെട്ടത്. സംതിങ് ഫിഷി ആയിട്ട് തന്നെ സൈമൺ ഇവിടെ വെച്ച് തോന്നുന്നുണ്ട് കേട്ടാ. അതായത് സൈലർ ഇപ്പോഴും ജോലി ചെയ്യുന്നത് ഫിലിപ്പിന് വേണ്ടിയിട്ടാണെങ്കിലോ, ഈ ഡയമണ്ട് മോഷണം നടത്തിയത് തന്നെ ഫിലിപ്പിന് വേണ്ടിയിട്ടാണല്ലോ. അങ്ങനെയാണെങ്കിൽ ജൂലിയുടെ അമ്മയെ കൊന്നതും ഇതേ ഫിലിപ്പിന്റെ പ്ലാനിലൂടെ ആയിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കാര്യം എത്രയും പെട്ടെന്ന് തന്നെ ജൂലി അറിയിക്കണം. അതിനായിട്ട് സൈമൺ ആൽബർട്ടിനെ അങ്ങോട്ടേക്ക് അയക്കുകയാണ്. എന്നാൽ സൈമണുമായിട്ട് ഒരു മീറ്റിംഗ് കൂടാന്ന് പറഞ്ഞപ്പോൾ തന്നെ അവള് പറ്റില്ല എന്ന് പറയാണ്. അങ്ങനെ അവസാനം ആൽബർട്ട് എങ്ങനെയൊക്കെയോ ജൂലിയെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ട്. പിന്നീട് സൈമണെ നേരിട്ട് കണ്ടപ്പോഴും ജൂലിയുടെ ഒരു ദേഷ്യമൊന്നും മാറുന്നില്ല കേട്ടോ. അവള് പെട്ടെന്ന് തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ അപ്പൊ തന്നെ സൈമൺ ഒരു കാര്യം പറയാണ്, ജൂലിയ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതായത് ജൂലിയ, നിന്റെ അമ്മ സ്വാഭാവികമായിട്ട് മരിച്ചതല്ല, കൊന്നതാണെന്ന് പറയാണ്. അവളാകെ ഞെട്ടിപ്പോയി. പിന്നീട് സൈമൺ മനസ്സിലാക്കിയ എല്ലാ കാര്യങ്ങളും ജൂലിയക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിന്റെ അമ്മ ഉണ്ടാക്കിയ ആ ഒരു പ്ലാന് ഇത് അമ്മയല്ലാതെ മറ്റാരെങ്കിലും അറിഞ്ഞിരുന്നായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ജൂലിയ പറയണേ, ഏയ് അങ്ങനെ ആരും അറിയാൻ സാധ്യതയില്ല, എന്നാലും ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്, അത് ഞാൻ കൺഫേം ആയിട്ട് നിങ്ങളോട് പറയാന്ന് പറഞ്ഞിട്ട് ജൂലിയ നേരെ വീട്ടിലേക്ക് പോകണം. അവള് നേരെ പോകുന്നത് അവളുടെ അച്ഛൻ്റെ
അച്ഛൻ്റെ അടുത്തേക്കാണ്. അച്ഛനോട് ചോദിക്കണം, അച്ഛൻ എന്തെങ്കിലുമൊക്കെ കാര്യം അറിയോ? ആദ്യമൊക്കെ അവളുടെ അച്ഛൻ ആന്റോണിയോ ഇല്ല മോളെ എനിക്കൊന്നും അറിയില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നും ഇല്ലാന്ന് പറയണം. എന്നാൽ ജൂലിക്ക് മനസ്സിലായി അച്ഛൻ എന്തോ ചില കള്ളങ്ങൾ ഒളിപ്പിക്കുന്നുണ്ടെന്ന്. പിന്നീട് അവളുടെ നിർബന്ധപ്രകാരം ആന്റോണിയോ സത്യം പറയണം, ശരിയാണ് മോളെ, അമ്മയുടെ ആ ഒരു പ്ലാന് ഞാൻ സൈലറിന്റെ അടുത്ത് പോയി പറഞ്ഞു. ഈ ഡയമണ്ട് മോഷ്ടിക്കാൻ പോവുക എന്നുള്ള ആ ഒരു പ്ലാനൊക്കെ എനിക്ക് അറിയായിരുന്നു മോളെ. എന്നാൽ ഈ കാര്യം എങ്ങനെയൊക്കെയോ നിന്റെ അമ്മ അറിഞ്ഞു. അവള് പിന്നീട് ഇത് കംപ്ലൈന്റ് ചെയ്യാൻ പോവാൻ നിൽക്കുന്ന സമയത്താണ് അവള് മരണപ്പെട്ടത്. സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു മോളെ ഇവർ ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാരാണെന്ന്. നിന്റെ അമ്മ അവർ കൊല്ലുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഇപ്പോഴും ആ ഒരു കുറ്റബോധം മനസ്സിന്ന് പോകുന്നില്ല മോളെ. എന്തായാലും ജോലിയുടെ എല്ലാ കാര്യങ്ങളും ആന്റോണിയോ ഏറ്റുപറയാണ്. എന്തായാലും ഇതിനുശേഷം ഇവർ രണ്ടുപേരും നേരെ സൈമന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ സൈമൺ ആന്റോണിയോട് ചോദിക്കുകയാണ്, എന്തായാലും നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു വെച്ചില്ലേ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ദയവ് ചെയ്ത് പറയുന്നു പറയണേ. ആന്റോണിയോ പറയണേ, എനിക്ക് അറിയാവുന്നതൊക്കെ പറയാം. അതായത് 2 ദിവസം കഴിഞ്ഞാൽ ഈ ഫിലിപ്പും അവന്റെ ആളായിട്ടുള്ള സൈലറും കൂടെ ഈ ഡയമണ്ട് വിൽക്കാൻ പോവാണ്. അതും ഒരു റഷ്യക്കാരന്. ആ റഷ്യക്കാരനെ ഏർപ്പാടാക്കിയത് ഞാനാണ്. അതുപോലെ തന്നെ ആ ഡയമണ്ട് അത് പ്യൂർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരാൾ വരുന്നുണ്ട്. അയാളെയും ഞാൻ തന്നെയാണ് അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വെച്ച് സൈമന്റെ പ്ലാന് പറയുന്നുണ്ട്. അതായത് ഡയമണ്ട് ചെക്ക് ചെയ്യാൻ വരുന്ന ആളുണ്ടല്ലോ, അയാൾ ക്യാൻസൽ ചെയ്യേക്ക്. അയാൾക്ക് പകരം വരാൻ പോകുന്നത് നമ്മുടെ ജൂലിയാണ്. സോ അവിടെ വെച്ച് മിഷേലിൽ വെച്ച് ഈ ഡയമണ്ട് ജൂലിയെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആരും അറിയാതെ ആ ഒരു മിഷേലിൽ വെച്ചിട്ട് ഒറിജിനലിന് പകരം നമ്മൾ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വെക്കും. ഓക്കെ, ഇതാണ് അപ്പൊ നമ്മുടെ പ്ലാൻ. പിന്നീട് അതിനുവേണ്ടി ആ ഡയമണ്ട് ഉണ്ടല്ലോ കറക്റ്റ് അതിന്റെ അതേ ഷേപ്പിലും കളറിലും ആയിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇവരുണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. ആ റഷ്യക്കാരൻ ഇന്നാണ് ഡയമണ്ട് മേടിക്കാൻ വരിക. ഇപ്പൊ അങ്ങോട്ടേക്ക് ആന്റോണിയോ പോകുന്നുണ്ട്. ആന്റോണിയുടെ കൂടെ തന്നെ ഡയമണ്ട് ചെക്ക് ചെയ്യാനായിട്ട് ഡയമണ്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് ഒരാൾ വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ ജോലി തന്നെ. പക്ഷെ അവളുടെ ആ ഒരു വേഷം അടിമുടി മാറ്റിയിട്ടുണ്ട്. അവളുടെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവില്ല, ആ രീതിയിൽ മാറ്റിയിട്ടുണ്ട്. എക്സ്ട്രാ മൂക്കിന്റെ അവിടെ എന്തൊക്കെയോ ഫിറ്റ് ചെയ്തു തോന്നുന്നു. ഹെയർ സ്റ്റൈൽ മാറ്റിയിട്ടുണ്ട്, കണ്ണാടി വെച്ചിട്ടുണ്ട്. എന്തായാലും ഒറ്റ നോട്ടത്തിൽ ഇത് ജൂലിയാണെന്ന് ആർക്കും തിരിയില്ല. പിന്നീട് ഇവര് നേരെ ആ റഷ്യക്കാരൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. ഇവരെ ഫോളോ ചെയ്ത് ഇവരുടെ പിന്നാലെ സൈമണും ആൽബർട്ടും മറ്റൊരു കാറിലുണ്ട്. ഇപ്പൊ ആ റഷ്യക്കാരൻ ഈ ഡീൽ നടത്താൻ പോകുന്നത് ഒരു ബാങ്കിന്റെ അണ്ടർഗ്രൗണ്ട് ഏരിയയിൽ വെച്ചിട്ടാണ്. റഷ്യക്കാരനും അയാളുടെ ആൾക്കാരും വന്നിട്ടുണ്ട്, അവരുടെ കയ്യിൽ കാശും ഉണ്ട് കേട്ടോ. എന്തായാലും ഇവരുള്ളിലേക്ക് പോയി. കൂടെ തന്നെ ഇപ്പോൾ വേഷം മാറി വന്ന ജൂലിയുണ്ട്, അതുപോലെ തന്നെ ആന്റോണിയോ ഉണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒറിജിനൽ ആ ഡയമണ്ടുമായിട്ട് സൈലറും അതുപോലെ തന്നെ ഫിലിപ്പും അങ്ങോട്ടേക്ക് വരികയാണ്. സോ ഈ ഡയമണ്ട് പ്യൂർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജൂലിയെ ഏൽപ്പിക്കുകയാണ്. മാത്രമല്ല അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മെഷീൻ്റെ ഉള്ളിലേക്ക് ഡയമണ്ട് വെക്കുകയാണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ വെച്ച് വേണം ആരും അറിയാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാൻ, ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ വെക്കാൻ. എന്നാൽ സൈലർ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങോട്ടേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇയാൾ അത്ര പെട്ടെന്നൊന്നും മണ്ടനാക്കാൻ കഴിയില്ല, ഭയങ്കര കുശാഗ്ര ബുദ്ധിയാണ്. എന്തായാലും അയാളുടെ ആ ഒരു കണ്ണ് വെട്ടിച്ച് ജൂലിയ ആ ഡയമണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റാൻ നന്നായിട്ട് തന്നെ ബുദ്ധിമുട്ടാണ്. എന്നാലും അവളത് മാറ്റി. എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പൊ അതിൽ വെച്ച് അവൾ ചെക്ക് ചെയ്തുകൊണ്ട് പറയണേ, ഏയ് ഇത് ഒറിജിനൽ ഒന്നുമല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഇത് കേട്ടപാടിന് ആ ഒരു റഷ്യക്കാരൻ ഞെട്ടിപ്പോകുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റോ? എന്താണ് ഫിലിപ്പ് ഇത് ഇത്രയും വലിയൊരു ഡീലിന് വന്നിട്ട് ഇത്രയും കാശുമായിട്ട് വന്നിട്ട് നിങ്ങൾ എന്നെ പറ്റിക്കാൻ നോക്കുകയാണോ? ഇനി നീയുമായിട്ട് ഒരു ഇടപാടും ഇല്ലാന്ന് പറഞ്ഞിട്ട് റഷ്യക്കാരനും അയാളുടെ ആൾക്കാരും കാശുമായിട്ട് അപ്പൊ തന്നെ അവിടുന്ന് പോവാണ്. എന്നാൽ ഫിലിപ്പിന് ഒരു ഐഡിയയും കിട്ടുന്നില്ല, ഇതിപ്പോ എങ്ങനെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ആയത്. അതുപോലെ തന്നെ സൈലർ ആകെ കൺഫ്യൂഷൻ ആവുകയാണ്. കാരണം ആ സാധനം കൈ കിട്ടിയ പിന്നെ ഇതുവരെയായിട്ടും അത് വേറെ എവിടെയും വെച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ഇത് മാറിപ്പോവും. ആകെ കൺഫ്യൂഷനിലായിട്ട് ഇപ്പൊ സൈലർ, ഫിലിപ്പ്, അതുപോലെ തന്നെ ആന്റോണിയോ, പിന്നെ നമ്മുടെ ജൂലിയ, ഇവര് 3 പേരും ഇപ്പൊ ഒരു ലിഫ്റ്റിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഫിലിപ്പും സൈലറും ആകെ ഒരു കൺഫ്യൂഷനിലാണ്, എന്ത് ചെയ്യണമെന്ന് യാതൊരു പെടുത്തൂല. അതുപോലെ തന്നെ ഇപ്പൊ ആന്റോണിയോ പറയണം, ഫിലിപ്പെ സിഗരറ്റ് ഉണ്ടോ, എന്തെങ്കിലും ഒന്നും കൊണ്ടാ. എന്താണെന്നറിയില്ല, തല വല്ലാതെ കിടന്ന് പെരുക്കുന്നത്, ഭയങ്കര ടെൻഷൻ ആവുന്നു. ഒന്ന് വലിച്ചാൽ ശരിയാവുമായിരിക്കും. സിഗരറ്റ് വലിച്ചാൽ ഇതാ ഈ നിൽക്കുന്ന എന്റെ മോളെന്നെ ചെയ്തു പറയും. എന്നാലും കുഴപ്പമില്ല, ഇപ്പൊ ഒന്ന് വലിച്ചേക്കാലേ. ഇത് കേട്ട് ഫിലിപ്പ് ചോദിക്കണേ, നീ ഇപ്പൊ എന്താ പറഞ്ഞേ, നിന്റെ മോളോ? ആര്? ഇപ്പോഴാണ് വായിന്ന് വന്ന അബദ്ധം ആന്റോണിക്ക് മനസ്സിലാവുന്നത്. അപ്പൊ തന്നെ സൈലർ നമ്മുടെ ജൂലിയെ തൂക്കിയെടുക്കാണ്. എടുക്കടി ഒറിജിനൽ ഡയമണ്ട് എന്ന് പറയണം. ഒരു രക്ഷയില്ല, അവൾക്കത് കൊടുക്കേണ്ടി വന്നു. അപ്പൊ തന്നെ സൈമണെ ഈ ഒരു വിവരം അറിയിക്കുന്നുണ്ട് കേട്ടോ. ഇവരെയും തൂക്കിയെടുത്തുകൊണ്ട് ഇപ്പോ സൈലറും ഫിലിപ്പും കൂടെ താഴേക്ക് വരുന്നുണ്ട്. അതേ സമയത്ത് തന്നെ സൈമൺ അങ്ങോട്ടേക്ക് അവന്റെ കാറുമായി വന്നിട്ട് ഇവരുടെ കാറിനിട്ട് ഒരൊറ്റ ഇടിയാണ്. അതിൽ ഈ ഒരു സൈലറിന്റെ കയ്യിൽ നിന്ന് ഡയമണ്ട് അവരുടെ കാറിൽ വീണ് പോകുന്നുണ്ട്. ഈ നേരത്തെ ജൂലിയ പെട്ടെന്ന് തന്നെ ആ ഒരു ഡയമണ്ട് അതെടുത്ത് ഓടുകയാണ്. അവളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അവളുടെ അച്ഛനും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. സൈലറിന് ആകെ ദേഷ്യം വന്നിട്ട് അവൾക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. പക്ഷെ വെടി കൊണ്ടത് ആന്റോണിക്കായിരുന്നു. പിന്നീട് നേരെ വന്നിട്ട് ജൂലിയെ തൂക്കിയെടുക്കാൻ കേട്ടോ. അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു ഡയമണ്ട് മേടിച്ച് അവളെ കൊല്ലാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് സൈമൺ വന്ന് ഇവൻ അടിച്ചിടുകയാണ്. ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. അവന്റെ കയ്യിൽ നിന്നും ആ ഡയമണ്ട് മേടിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് പോലീസുകാർ എത്തുകയാണ്. എല്ലാവരെയും കൈയോടെ പൊക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു റോബറി അതിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്നത് സൈലറും അതുപോലെ തന്നെ അവന്റെ ആശാനായിട്ടുള്ള ഫിലിപ്പും ആണല്ലോ. ഫിലിപ്പിന്റെ ആ ഒരു ഫേസ് എല്ലാം എക്സ്പോസ് ആയിട്ടുണ്ട്. ആള് കള്ളനാന്ന് മനസ്സിലായി. എന്തായാലും 2 പേര് ഇപ്പൊ ജയിലിലാണ്. അതുപോലെ ഇവരെ പിടിക്കാൻ ഹെൽപ്പ് ചെയ്തതിന് സൈമണ് 2 വർഷം മാത്രമേ തടവ് ശിക്ഷ കിട്ടിയുള്ളൂ. അങ്ങനെ ആ ശിക്ഷയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവന് പിക്ക് ചെയ്യാനായിട്ട് ആൽബർട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ അവന് ജയിലിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകാൻ തന്നെ ആൽബർട്ട് പറയുന്നുണ്ട്, സൈമ നമുക്ക് ഈ വലിയ പരിപാടിയൊന്നും നടക്കില്ല, നമുക്ക് പഴയതുപോലെ ഹോട്ടലിൽ കയറിയിട്ട് അവിടുത്തെ ലോക്കറൊക്കെ കുത്തി തുറക്കാം, അതാകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്റെ കളവ, നിങ്ങൾ എന്നെ വിടാൻ ഒരു ഉദ്ദേശമില്ല അല്ലേ? എന്തായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ സൈമൺ നേരെ ഒരു ഹോട്ടലിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഒരു കള്ളുകുടിയനെ പോലെ വേഷമൊക്കെ മാറിയിട്ട് അവിടുത്തെ ക്ലീൻ ചെയ്യാൻ വന്ന ആന്റിമാരോട് അവരുടെ മുന്നിലൊക്കെ അഭിനയിച്ച് ഒരു റൂം തുറക്കുന്നുണ്ട്. എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക്
കയറുകയാണ്. കയറി നോക്കുമ്പോൾ ആരാണ്? നമ്മുടെ ജൂലിയ. ഇത് ജൂലിയയുടെയും ആൽബർട്ടിന്റെയും പരിപാടിയായിരുന്നു കേട്ടോ. അവരുടെ പ്ലാൻ ആയിരുന്നു. എന്തായാലും നമ്മുടെ സൈമണെ കണ്ട സമയത്തിന് ജൂലിയ അവിടുന്ന് റൊമാൻസ് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ അത് കാണിച്ചുകൊണ്ട് ഈ സിനിമ ഇവിടെ തീരുകയാണ് കേട്ടോ. സിനിമ എങ്ങനെ ഇഷ്ടമായോ? ഒരു ഭയങ്കരമായ ത്രില്ലർ അല്ലെങ്കിലും ഒരു സ്ലോലി പോകുന്ന നല്ല രസമുള്ള ഒരു കഥയായിരുന്നില്ലേ? എന്തായാലും കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.